നമുക്ക് വേണമെങ്കിൽ പൂജിച്ചാൽ മതി. ഭഗവാൻ നമ്മളോട് നിർബന്ധിക്കുന്നില്ലേ നീ പൂജിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ പൂജിക്കണം. നമുക്ക് വേണം പൂജ അല്ലേ? നമുക്ക് പൂജിക്കണം അല്ലേ? നമുക്കിപ്പോൾ രാവിലെ വീട്ടിലൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ പൂജാമുറി പോയിട്ട് വിളക്ക് കത്തിക്കണം എന്ന് തോന്നണം അല്ലേ? കത്തിച്ചിട്ടില്ലെങ്കിലും നമ്മളോട് ആരും വന്നിട്ട് നമ്മുടെ പേരിൽ പരാതി ഒന്നും കൊടുക്കില്ല, നീ വീട്ടിൽ കത്തിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നാൽ സത്യത്തിൽ നമുക്ക് വേണം അല്ലേ? അല്ല വേണ്ടേ? വേണം. എന്തിനാ വേണമെന്ന് പറയുന്നത്? സമാധാനം ഉത്ഭവിക്കുന്നത് അവിടുന്നാണ് അല്ലേ? അവിടുന്നാണ് സമാധാനം ഉണ്ടാവുന്നത്. അപ്പൊ സമാധാനം ഉണ്ടാവുന്നത് എവിടുന്നാണോ അവിടെ നമ്മൾ എത്തണ്ടേ? അവിടെ നമ്മൾ എത്തിയിട്ട് നമ്മൾ പൂജിക്കണ്ടേ? ഇപ്പൊ നമുക്ക് ജാതകം നോക്കിക്കഴിഞ്ഞാൽ പറയും സമാധാനമില്ല, പഴനി പോയാൽ സമാധാനം കിട്ടുന്നു. അപ്പൊ നമ്മൾ വേഗം പഴനിക്ക് പോകും അല്ലേ? ഇത് അവിടെ പെട്ട് പൂജ ചെയ്യും. അവിടെ പെട്ട് പൂജയൊക്കെ ചെയ്താൽ നമുക്ക് സമാധാനമായി അല്ലേ? ഇപ്പൊ നമ്മളോട് പറയാണ് ശബരിമല പോയാലാണ് നിനക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മൾ ശബരിമലയുടെ മുകളിലെത്തും അല്ലേ? അപ്പൊ സമാധാനം കിട്ടാൻ വേണ്ടി ഏത് മല കയറാനും നമ്മൾ തയ്യാറാണ്. എന്നുവെച്ചാൽ സമാധാനം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതമുള്ളൂ. ആ സമാധാനത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. താമര വാഴുന്നത് ചളിയിലാണല്ലോ, അതുപോലെ നമ്മൾ ജീവിക്കുന്നത് സമാധാനത്തിലാണ്. ആ സമാധാനം കിട്ടുന്നിടത്ത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എത്തും. അതെത്തണമെങ്കിലും വേണം അനുഗ്രഹം അല്ലേ? എത്തണമെങ്കിലും വേണം അനുഗ്രഹം. ശരീരത്തിനൊരു പ്രയാസം വരുമ്പോഴേ ആ പ്രയാസത്തെ സമാധാനിപ്പിക്കാൻ നല്ലൊരു ഡോക്ടറുടെ എത്തണമെങ്കിൽ അനുഗ്രഹം വേണം അല്ലേ? അല്ലെങ്കിൽ എത്ര നടന്നാലും ഡോക്ടറുടെ അടുത്തെത്തില്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അനുഗ്രഹം വേണം അല്ലേ? ആ അനുഗ്രഹം സിദ്ധിക്കാനാണ് നമ്മളൊക്കെ മാനസികമായിട്ട് എപ്പോഴും ആരാധനയിൽ മുഴുകിയിരിക്കണം എന്ന് പറയുന്നത്. ആരാധനയിൽ മുഴുകിയിരിക്കുക. എന്തെങ്കിലും ഒരു നല്ല കാര്യം എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ലയിച്ചിരുന്നാൽ മതി. അതിൽ ലയിച്ചിരിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം സിദ്ധിക്കും. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ആ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് നോക്കിയിട്ട് ആ ശ്രീകോവിലിൻ്റെ അകത്ത് നടക്കുന്ന പൂജയിൽ ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ അനുഗ്രഹം നമുക്ക് കിട്ടുന്നില്ലേ? നമ്മൾ തന്നെ പോയി പൂജിക്കണമെന്നില്ല. ആരെങ്കിലും പൂജിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അതിൽ ലയിച്ചിരുന്നാൽ മതി. അപ്പം നമുക്ക് അനുഗ്രഹം കിട്ടും. അങ്ങനെയല്ലേ? അപ്പോൾ ഇവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്. ആ പൂജയിൽ ലയിച്ചിരിക്കുക. മേരുവാണ്, ഭുവനേശ്വരിയാണ് സങ്കല്പം. ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പഴനിമലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭോഗർ എന്നിരിക്കുന്ന മഹാപുരുഷനുണ്ടല്ലോ, മഹാത്മാവ് ഭോഗർ. ആ ഭോഗരുടെ ഉപാസനാമൂർത്തിയായിരുന്നു ഭുവനേശ്വരി. ഭുവനേശ്വരി ദേവിയെയാണ് തപസ്സിരുന്നത്. ആ ഭുവനേശ്വരി ദേവിയുടെ അനുഗ്രഹത്താലാണ് ഭഗവാൻ അവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൈതന്യത്തിനെ അറിഞ്ഞതും ആ സുബ്രഹ്മണ്യ ചൈതന്യത്തിനെ അവിടെ നാമപാഷാണങ്ങളാൽ ശിലയൊക്കെ രൂപപ്പെടുത്തി പ്രതിഷ്ഠിച്ചത്. അപ്പം നമ്മളിപ്പോൾ പഴനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഭോഗർ സമാധിയുണ്ട്. ആ സമാധി സ്ഥാനത്തേക്ക് പഴനിമല സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ളത്. തൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങിയ ഭോഗർ സമാധി എന്ന് കാണാം. അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ചുമരിൻ്റെ മുകളിലൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ഭോഗർ ഭുവനേശ്വരി ദേവിയെ തപസ്സിരിക്കുന്നതും ആ ഭുവനേശ്വരി പ്രത്യക്ഷമാവുന്നതും ആ ഭുവനേശ്വരി അനുഗ്രഹിക്കുന്നതും. ഇപ്പം നമുക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണതയിലെത്താൻ അമ്മയുടെ അനുഗ്രഹം വേണം. എല്ലാ അമ്മയും ഓരോ അമ്മയാണ്. എന്നാൽ ഓരോ അമ്മയിലും ഓരോ ചൈതന്യങ്ങളുണ്ട് അല്ലേ? ഇപ്പം നമുക്കൊക്കെ പാചകം ചെയ്യാനറിയാം. എന്നാൽ നമ്മളെല്ലാവരും പാചകം ചെയ്യുമ്പോൾ ഒരേ സ്വാദാണോ? ചിലവർ ബിരിയാണി നന്നാക്കി ഉണ്ടാക്കും, ചിലവർ നെയ്ച്ചോറ് നന്നാക്കി ഉണ്ടാക്കും അല്ലേ? ചിലവർ സാമ്പാർ നന്നാക്കി ഉണ്ടാക്കും. ഓരോരുത്തർക്കും ഓരോ സിദ്ധികളുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് ഓരോ സ്വരൂപങ്ങൾക്കും ഓരോ ചൈതന്യങ്ങളുണ്ട്. ആ ചൈതന്യം വെച്ചിട്ട് ഓരോരുത്തർ ഓരോ കർമ്മങ്ങൾ ചെയ്യും. ഇപ്പം നമ്മുടെ സരസ്വതി ദേവി വിദ്യ അനുഗ്രഹിക്കുന്ന ഭാവമാണ് അല്ലേ? നമ്മൾ പഠിപ്പിനൊക്കെ വേണ്ടി സരസ്വതിയെ പൂജിക്കും. കർമ്മത്തിന് വേണ്ടിയിട്ട് ലക്ഷ്മീനെ പൂജിക്കും അല്ലേ? രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദുർഗേനെ പൂജിക്കും.